പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരിൻ സിപിഎമ്മിൽ. സരിന്റെ ഘടകം പിന്നീട് തീരുമാനിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. പ്രധാനപ്പെട്ട ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് സരിനെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. ഏരിയ കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ ഉൾപ്പെടുത്താനും ആലോചനയുണ്ട്. ഇടത് സ്വതന്ത്രൻ എന്ന പ്രതിച്ഛായയിൽ നിന്ന് പൂർണ്ണമായും ഇടത്തേക്ക് മാറുകയാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ഡോക്ടർ പി സരിൻ. സിപിഎം ആസ്ഥാനമായ AKG സെന്ററിൽ പാർട്ടി സെക്രട്ടറിയും നേതാക്കളും ചുവന്ന ഷാൾ അണിയിച്ച് സരിനെ സ്വീകരിച്ചു. സരിൻ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് എം വി ഗോവിന്ദൻ. ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് AKG സെന്ററിലേക്ക് എത്തിച്ചേരുകയാണ്. ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. വലിയ പ്രതീക്ഷകളോടെയാണ് സരിനും CPM-ലെത്തുന്നത്. പാർട്ടിയുടെ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ്. കൂടുതൽ വ്യക്തതയോടുകൂടി പുതിയ സമൂഹത്തിന് പൊളിറ്റിക്സ് പറയാൻ എങ്ങനെയൊക്കെയാണോ CPM-നെ പ്രാപ്തമാക്കേണ്ടത്, അതാണ് CPM-ന്റെ നയപരിപാടി. ആ നയപരിപാടിയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷക്കാരനായ സരിന്റെ ഉത്തരവാദിത്തം. പാലക്കാട് പ്രതീക്ഷിച്ചതിലും മികച്ച പോരാട്ടം നടത്താൻ സരിന്റെ സാന്നിധ്യം സഹായിച്ചു എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. കണ്ണാടിയും മാത്തൂരും പോലുള്ള പാർട്ടി കോട്ടകളിൽ വോട്ട് ചോർച്ച ഉണ്ടാകാതിരുന്നെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തിയേനെ. കൽപ്പാത്തി മേഖലയിൽ സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ വോട്ട് കൂടിയതും CPM-നെ സന്തോഷിപ്പിക്കുന്നു. അതിനാൽ പാലക്കാട് സരിനെ മുന്നിൽ നിർത്തി സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ശ്രമം. സംഘടനാ ചുമതല നൽകുന്നതിനൊപ്പം KTDC പോലുള്ള പ്രധാന കോർപ്പറേഷനുകളുടെ തലപ്പത്തേക്കും സരിനെ CPM പരിഗണിക്കുന്നതായാണ് സൂചന. ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ സരിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.